ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാർട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഈ വിൻഡ്ഷീൽഡ് ഒട്ടിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വിൻഡ്ഷീൽഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അന്ന് അത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഇത് ഒട്ടിക്കുന്ന വീഡിയോ. കാരണം നമുക്കറിയില്ല കേട്ടോ, നമ്മളെല്ലാം ചെയ്തത് വേറെ ആളാണ് ചെയ്യണത്. അപ്പോൾ അതൊന്ന് ഒട്ടിക്കുന്ന വീഡിയോ. അപ്പോൾ എന്തായാലും റെഫറൻസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് ഞാനും കണ്ടിട്ടില്ല. ഞാനിതിന് മുമ്പ് വിൻഡ്ഷീൽഡ് എൻ്റെ വണ്ടിയിൽ ഒട്ടിച്ചത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ എടുത്ത് വെച്ച് ഒട്ടിക്കണം. അപ്പോൾ എന്തായാലും വെറുതെ കിടക്കട്ടെ, നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ, എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ട കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അപ്പോൾ ഇന്ന് ഈ വണ്ടിയുടെ വിൻഡ്ഷീൽഡ് ഗ്ലാസ് ഒട്ടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ വിൻഡ്ഷീൽഡിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഉള്ളതാണ്. ഇവിടെ ഉണ്ട് നമ്മൾ ഈ ഇത് ബീഡിങ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബീഡിങ് വന്നിട്ട് ഇത് വിടണം, ഇത് രണ്ടും ഇടണം. ഇത് രണ്ടിട്ടിട്ട് വേണം നമുക്കിത് ഒട്ടിക്കാനായിട്ട്. ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വേണ്ട ഇത് ഒട്ടിക്കാനായിട്ട് നമ്മുടെ ഹരിച്ചേട്ടനോട് വന്നിട്ടുണ്ട്. ഹരിച്ചേട്ടനോട് ഒട്ടിക്കുന്ന ആൾ സംഭവം ടിന്നറൊക്കെ ഇട്ടൊന്നേ തുടച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ ഫ്രെയിമിൻ്റെ അവിടെയും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പുറത്തെ ബീഡിങ് ഇത് 350 രൂപ. 350 രൂപ വിലയുള്ളൂ. നമുക്ക് ബീഡിങ് ഇടാം. അപ്പം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസിൻ്റെ ബീഡിങ് കൊണ്ട് കയറ്റാം. അപ്പോൾ ഇതെല്ലാവർക്കും ഭയങ്കര സംശയം, 2 പീസാണെന്ന് കേട്ടോ. 2 പീസൊന്നും അല്ല കേട്ടോ, ഒറ്റ പീസാണ്. ഇത് കണ്ട. അപ്പോൾ ഈ ഇതാണ്ട് ഇത് ഒട്ടിക്കുന്ന സീലൻറ്റ് ഇത് കണ്ട, സൂപ്പർ പ്യൂ വിൻഡ് സ്ക്രീൻ. ഇതിൻ്റെ ഉള്ളിൽ എന്തോ കിളിങ് ഉണ്ട്. അത് നമുക്കിത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 575 ഇട്ടേക്കണം, അത്ര ഇല്ല എന്തായാലും. ഇവിടെ നമ്മൾ ഗ്ലാസ്സിൽ ബീഡിങ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ പൊട്ടിച്ച് കഴിയുമ്പോൾ നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്താ അതിൻ്റെ ഉള്ളിലുള്ളത്. ഇത്ര ഉള്ള ഇതിൻ്റെ ഉള്ളിൽ കിളിങ്ങിയിരുന്ന സംഭവം ഇതാണ്ടാ. എന്നിട്ട് ബാക്ക് കാണിച്ച് കണ്ടോ, കിലിങ്ങിയിരുന്ന ഇതാണ്. അതായത് ഇതിൻ്റെ ആണല്ലോ ഇത്. ഇവിടെ ഫ്രണ്ടിൽ വെക്കണല്ലേ. ഇതിൽ വേറെ ഒന്നും കേട്ടോ, എന്തോ ഒരു കട്ടിയാവാതിരിക്കാൻ എന്തോ ഇട്ടേക്കണമെന്ന് തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം അതിൻ്റെ ഉള്ളിൽ. സിലിക്കാ ജെല്ലാണ് കേട്ടോ, വേറെ ഒന്നുമല്ല കേട്ടോ, സിലിക്കാ ജെല്ലാണ്. നല്ല കാര്യമാണ്. നമുക്കിത് വല്ലയിടത്തൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതാവാണ്ടിരുന്നോളൂ. നോക്കി അപ്പം ഇല്ല ഈ സംഭവം ഇതിനെ വി പോലെ എടുത്തതാണ്. ഇതിനകത്ത് ഇവിടെ ഒരു മാർക്കിങ് ഉണ്ട് കേട്ടോ, അതെടുക്കാം. കത്തി ഇത്തിരി മോശമാണ്. കയ്യാൻ പോകുന്ന മോശം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൈ വാങ്ങിക്കാം. മതിയാ? ഇതുപോലെ വി പോലെയൊക്കെ എടുത്ത് കളയണം. മതിയാ? വെള്ളം പോലെ ഇരിക്കണം. ഇത് പിന്നെ ഗണ്ണിട്ടാൽ മറ്റേ സിലിക്കോൺ ഗണ്ണിലേക്ക് അങ്ങ് ഇട്ടാൽ മതി. ഇത് നോക്കാൻ പരിപാടി. ഉണ്ട്. ഇപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ അടിച്ചു പിടിപ്പിക്കണം. അതിൽ കട്ടിങ് ഉള്ളതുകൊണ്ട് അങ്ങനെ ശരിക്കും നല്ല മതിൽ പോലെ വരണം കേട്ടോ. ഇതിങ്ങനെ ഇതുപോലെ ഇതിൻ്റെ ചുറ്റും അങ്ങോട്ട് എടുത്ത് വരണം. അങ്ങനെ ഇതുപോലെ അടിച്ച് വയ്ക്കണം. ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു സ്റ്റോപ്പർ പോലത്തെ ഭാഗം കേട്ടോ. ഇത് ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം. ദൂരി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. അമർത്തണ നേരെ പൊക്കിടും മുകളിലേക്ക് അത് അവിടെ പൊങ്ങണം.
അവിടെ കട്ട ആ, വേണമല്ലേ? അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ട്ടാ. ഇന്നാ. ഓക്കെ. ഓക്കെ. സ്കൂട്ടർ സജ്ജി ഇത് ടൈപ്പ് മറ്റേ ടൈപ്പുണ്ടോ? പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പുണ്ടോ? ഇല്ല, മറ്റേ ടൈപ്പുണ്ടോ? ഇത് ഒട്ടിച്ച് അപ്പോൾ കണ്ടില്ലേ, ഇവിടെ എടുത്ത് വെച്ച് ഒട്ടിച്ചിട്ട് പുള്ളി ഒരു ഇത് കയറ്റി ഇങ്ങനെ ഒട്ടിച്ച് കെട്ടി വെച്ചു. കാരണം നല്ലതെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. കാരണം ഈ ഇതിൻ്റെ എന്താ വെച്ചാൽ ഈ ടേപ്പ് വെച്ച് വെറുതെ വലിച്ചൊട്ടിക്കലാണ്. ഞാൻ കണ്ടത് അങ്ങനെയാണ്. എൻ്റെ വണ്ടി ഒട്ടിക്കാൻ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ 2 ടേപ്പ് വെറുതെ വലിച്ചൊട്ടിച്ചിട്ടുണ്ടായുള്ളൂ. പക്ഷേ ഈ ടേപ്പിനെക്കാളും നല്ലത് അപ്പോൾ അവർ ചെയ്യണം ഇങ്ങനെയാണ്. എന്തെങ്കിലും വെച്ചിട്ട് വെറുതെ ടൈറ്റ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ കറക്റ്റ് ഫിക്സ് ആവും. എങ്ങനെയാലും ആയിക്കോളും. പുള്ളി അങ്ങനെ ഇട്ട് വെച്ചിട്ട് പുള്ളിയുടെ രീതി അതാണ്. അപ്പോൾ എന്തായാലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് നാളെ പുള്ളി പൊളിച്ചിട്ട് നമ്മുടെ പണി തുടങ്ങുമ്പോൾ പൊളിച്ച് കളഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഒട്ടിക്കുന്നത്. എന്തായാലും റെഫറൻസിന് വേണ്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ ഒട്ടിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടിടാൻ വെച്ച് നമുക്ക് വേണമെങ്കിൽ ശ്രമിച്ച് നോക്കാം, അത്രേ ഉള്ളൂ ഇതിൻ്റെ ഇത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ സാധനം കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ച് വെക്കണം കേട്ടോ. കാരണം ഇത് എനിക്കറിയില്ല, ഞാൻ കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ നമ്മുടെ ഇവിടെ സായിൽ സ്റ്റോക്ക് ഉണ്ടായില്ല. കാരണം ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ കണ്ട ഇത്ര ഇളക്കമുണ്ട് ഇതിന്. അപ്പോൾ അത് കാരണം പുള്ളി കണ്ടോ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന കാരണം ഇതൊക്കെ കയറ്റി വെച്ചേക്കാം, ടൈറ്റ് ചെയ്ത് വെച്ചേക്കാം. കാരണം ഇതുമ്പോൾ നിൽക്കണില്ല, ഇതുമ്പോൾ ലോഡ് വരുമ്പോൾ അത് ഇളകിലേക്ക് പോകണം. അപ്പോൾ ഇത് നല്ലത് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ച് വെച്ചാൽ നല്ലതായിരിക്കും കിട്ടുമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇതുപോലെ ഇതിന് പേപ്പർ വെച്ചാലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഒട്ടിക്കണത് എന്തായാലും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ബാക്കി ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാട്ടെ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എത്ര രൂപ വരും വണ്ടിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. കാരണം ഞങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ബില്ല് എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ മാറി അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ എത്ര രൂപ ചിലവെന്നുണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ആൾമോസ്റ്റ് ഒക്കെ ആയി. ഇനി ഇത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുക, പോളിഷ് ചെയ്യണം, പിന്നെ അണ്ടർ കോട്ട് ചെയ്യണം, എഞ്ചിൻ വാഷ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കണ്ട എഞ്ചിൻ നമുക്ക് വാഷ് ചെയ്യണം എന്തായാലും കൊണ്ട്. ആകെ പെയിൻ്റൊക്കെ അടിച്ച് അവർ ഇതൊക്കെ വീണ് പൊടിയൊക്കെ വീണ് എടുക്കണം. അപ്പോൾ ഇത് എഞ്ചിൻ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ട്. കാരണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതും നമുക്ക് എഞ്ചിൻ വാഷ് ചെയ്യണ വീഡിയോ എടുക്കാം. അണ്ടർ കോട്ട് ചെയ്യണത് സാധനങ്ങൾ കാണിച്ചു തരാം. കാരണം പലർക്കും 3M അത് ഇതൊക്കെയാണ്. നമ്മൾ ഏറ്റവും നല്ലത് എപ്പോക്സി അടിച്ചാൽ മതി. ഞാൻ എൻ്റെ അടിച്ചിട്ട് എപ്പോക്സി അടിച്ചേക്കണം. അപ്പോൾ ഇതിനകത്ത് കാണിച്ചു തരാം എങ്ങനെ അടിക്കണമെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.